ഒരു മിനിറ്റിൽ 30 ലക്ഷം കോടി ലിറ്റർ വെള്ളം. അതെ, അടുത്ത 4 മാസത്തേക്ക് നമ്മുടെ കേരളത്തിന് മുകളിലേക്ക് പ്രകൃതി വർഷിക്കാൻ പോകുന്ന ജലപ്രളയത്തിൻ്റെ കണക്കാണിത്. ഒരുപക്ഷെ നമ്മൾ മലയാളികൾ വെറും ഒരു കറുത്ത കുടയ്ക്കുള്ളിലേക്ക് ഒതുക്കി നിർത്തുന്ന ഈ കാലവർഷം ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയോ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയോ എന്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലുമോ ഉണ്ടാകില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഭൂമധ്യരേഖയ്ക്കപ്പുറത്തേക്ക് ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്ന് ആരംഭിച്ച് അറബിക്കടലും കടന്ന കൃത്യമായ സമയത്ത് കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഈ മൺസൂൺ കാറ്റുകൾ എത്തുന്നതിന് പിന്നിൽ ശാസ്ത്രലോകത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന ചില ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. എന്താണ് ആ രഹസ്യം? ആ രഹസ്യത്തിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്താലോ? എന്നാൽ തുടങ്ങാം. എല്ലാവർക്കും സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷാബു പ്രസാദ്. ശാസ്ത്രം, പ്രകൃതി, ഭൂമിശാസ്ത്രം എന്നിവയെക്കുറിച്ചുള്ള ഇത്തരം കൗതുകകരമായ വിവരങ്ങൾ കൃത്യമായി അറിയാൻ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ കേരളത്തിൻ്റെ വസന്തമെന്ന് വിശേഷിപ്പിക്കാവുന്ന നമ്മുടെ സ്വന്തം ഇടവപ്പാതിയുടെ ശാസ്ത്രത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ സാധാരണയായി ജൂൺ ആദ്യവാരം കേരളത്തിലെത്തുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുകയാണല്ലോ. നമുക്കറിയാം, ആകാശം കറുത്തിരുണ്ട് തണുത്ത കാറ്റടിച്ച് ആദ്യത്തെ മഴത്തുള്ളി കണ്ണിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ മൺസൂൺ അനുഭവം അത്ഭുതകരമാണ്. എന്നാൽ ഇത് വെറുമൊരു മഴക്കാലം മാത്രമല്ല, ഒരു ആഗോള പ്രതിഭാസത്തിൻ്റെ തുടക്കമാണ്. എങ്ങനെയാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നിന്ന് ഈ കാറ്റ് കൃത്യമായി കേരള തീരത്തേക്ക് തന്നെ വരുന്നത്? ഹിമാലയ പർവ്വതനിരകളും ടിബറ്റൻ പീഠഭൂമിയും നമ്മുടെ ഈ മഴക്കാലത്തെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? നമുക്കിന്ന് വിശദമായി മനസ്സിലാക്കാം. നമ്മൾ കത്തുന്ന വേനൽ ചൂടിൽ ഉരുകിത്തീരുന്ന മാർച്ചിലും ഏപ്രിലും മെയ്യിലുമെല്ലാം ഭൂമധ്യരേഖയ്ക്ക് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മറ്റൊരു പ്രതിഭാസം നടക്കുന്നുണ്ട്. സൂര്യൻ ഉത്തരായനത്തിലേക്ക് അഥവാ വടക്കൻ അർദ്ധഗോളത്തിലേക്ക് നീങ്ങുമ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യൻ ഭൂപ്രദേശം കഠിനമായി ചൂടുപിടിക്കാൻ തുടങ്ങും. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, വായു ചൂടുപിടിച്ചാൽ അത് മുകളിലേക്ക് ഉയരും. അങ്ങനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് മുകളിലെ വായു ചൂടായി ഉയരുമ്പോൾ അവിടെ ഒരു വലിയ ന്യൂനമർദ്ദം അഥവാ ലോ പ്രഷർ ഏരിയ രൂപപ്പെടുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വായു ഒഴിഞ്ഞ ഒരു വലിയ വാക്വം ക്ലീനർ പോലെ ഇന്ത്യ മാറും. ഇതേ സമയത്ത് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വായുവിന് ചൂട് കുറവായിരിക്കും. അവിടെ ഉയർന്ന മർദ്ദമായിരിക്കും. പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്, വായു എപ്പോഴും ഉയർന്ന മർദ്ദമുള്ള സ്ഥലത്ത് നിന്ന് കുറഞ്ഞ മർദ്ദമുള്ള സ്ഥലത്തേക്ക് പോകും. അങ്ങനെ തെക്ക് നിന്നുള്ള തണുത്ത കാറ്റ് വടക്കോട്ടേക്ക് അഥവാ ഇന്ത്യ ലക്ഷ്യമാക്കി അതിവേഗം വീശാൻ തുടങ്ങും. ഭൂമധ്യരേഖ കടക്കുന്നതോടെ ഭൂമിയുടെ കറക്കം കാരണം ഈ കാറ്റിൻ്റെ ദിശ ചെറുതായി മാറി അത് തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് വിളിക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കൗതുകകരമായ ഒരു ആഗോള രഹസ്യമുള്ളത്. ഈ കാറ്റ് വെറുതെയല്ല ഇന്ത്യയിലേക്ക് വരുന്നത്. ആഫ്രിക്കൻ രാജ്യമായ സൊമാലിയയുടെ തീരത്തുകൂടി വീശുന്ന സൊമാലി ജെറ്റ്സ് അഥവാ ഫിൻലേറ്റർ ജെറ്റ്സ് എന്ന ശക്തമായ വായുപ്രവാഹമാണ് ഈ മൺസൂൺ കാറ്റിനെ ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് പോലെ തള്ളി നമ്മുടെ കേരളത്തിലേക്ക് വിടുന്നത്. ആഫ്രിക്കയിലെ മലനിരകളിൽ തട്ടി ശക്തമാകുന്ന ഈ വായുപ്രവാഹം അറബിക്കടലിലൂടെ വരുമ്പോൾ കടലിലെ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം നീരാവിയായി തൻ്റെ കൈകളിൽ ഒതുക്കുന്നു. അതുകൊണ്ട് ഈ കാറ്റ് വെറും കാറ്റല്ല, കോടാനുകോടി ടൺ ജലവാഹക ശേഷിയുള്ള മേഘങ്ങളുടെ ഒരു വൻ പടയാണ്. അറബിക്കടലിലൂടെ വരുന്ന ഈ ജലമേഘങ്ങൾ ഇന്ത്യയിൽ ആദ്യം മുട്ടുന്നത് എവിടെയാണ്? നമ്മുടെ സ്വന്തം കേരള തീരത്താണ്. അതിന് കാരണം പശ്ചിമഘട്ട മലനിരകളാണ്. ആ പശ്ചിമഘട്ടം ഈ ജലമേഘങ്ങളെ തടഞ്ഞു നിർത്തുന്നു. മേഘങ്ങൾക്ക് ഈ മലനിരകൾ കടന്നു പോകാൻ ഉയരത്തിലേക്ക് ഉയരേണ്ടി വരുന്നു. മുകളിലേക്ക് ഉയരുന്തോറും അന്തരീക്ഷ താപനില കുറയുകയും മേഘങ്ങൾ തണുത്ത് കനത്ത മഴയായി കേരളത്തിൽ പെയ്യാൻ തുടങ്ങുകയും ചെയ്യും. ഇതിനെയാണ് ശാസ്ത്രത്തിൽ ഒറോഗ്രാഫിക് റെയിൻഫാൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ പശ്ചിമഘട്ടം ഇല്ലായിരുന്നെങ്കിൽ ഈ മേഘങ്ങളെല്ലാം മഴ പെയ്യാതെ നേരെ ഉത്തരേന്ത്യയിലേക്ക് കടന്നുപോയേനെ. കേരളം ഇന്നൊരു പച്ചപ്പുള്ള നാടായിരിക്കില്ല, മറിച്ച് ഒരു വരണ്ട പ്രദേശമായി മാറിയേനെ.
കേട്ടിട്ടില്ലേ മഹാകവി ഉള്ളൂരിൻ്റെ വാക്കുകൾ? ശ്രീ കേറ്റലാസ്യ പദമായി ഭുവി സഹ്യമാകും അക്കേളിപൂണ്ട മലയുണ്ട് വിളങ്ങിടുന്നു ഈ കേരളാഖ്യ ഭുവനത്തിന് നേർക്കിഴക്കായി ഊക്കേറിടും പ്രകൃതി കെട്ടിയ കൊട്ട പോലെ. ആ പശ്ചിമഘട്ട മലനിരകളാണ് കേരളത്തിലെ കൃത്യമായി പെയ്യുന്ന ഈ കാലവർഷത്തിൻ്റെ കാരണം. അതിൽ ഈ മഴമേഘങ്ങൾ തട്ടി നിന്നുകൊണ്ടാണ് കേരളത്തിന് ഈ സമൃദ്ധമായ അമൃതവർഷം ലഭിക്കുന്നത്. ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റത്തേക്ക് നോക്കാം. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റൻ പീഠഭൂമിയും ഹിമാലയവുമാണ് നമ്മുടെ മൺസൂണിൻ്റെ യഥാർത്ഥ റിമോട്ട് കൺട്രോൾ. വേനൽക്കാലത്ത് ഈ കൂറ്റൻ പീഠഭൂമി സൂര്യപ്രകാശമേറ്റ അതിശക്തമായി ചൂട് പിടിക്കും. ഇത് ഇന്ത്യക്ക് മുകളിലുള്ള ന്യൂനമർദ്ദത്തെ കൂടുതൽ ശക്തമാക്കും. ടിബറ്റൻ പീഠഭൂമി എത്രത്തോളം ചൂടാകുന്നോ അത്രത്തോളം ശക്തമായി മൺസൂൺ കാറ്റ് ഇന്ത്യയിലേക്ക് വലിച്ചെടുപ്പിക്കപ്പെടും. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ ടിബറ്റൻ പീഠഭൂമിയെ മൺസൂണിൻ്റെ എഞ്ചിൻ എന്ന് വിളിക്കുന്നത്. മൺസൂണിൻ്റെ ഈ വരവ് മനസ്സിലാക്കാൻ നമുക്ക് വീട്ടിലെ ഒരു ഉദാഹരണം നോക്കാം. നമ്മൾ കിച്ചണിലെ എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അടുക്കളയ്ക്കുള്ളിലെ ചൂടുവായു പുറത്തേക്ക് തള്ളുന്നു. അപ്പോൾ തന്നെ അടുക്കളയിൽ വായു കുറയുകയും ആ വിടവ് നികത്താൻ വീടിൻ്റെ ജനലുകളിലൂടെയും വാതിലുകളിലൂടെയും പുറത്തു നിന്നുള്ള തണുത്ത വായു ഉള്ളിലേക്ക് ഇരച്ച് കയറുകയും ചെയ്യും. കൃത്യമായി ഇതേ കാര്യമാണ് നമ്മുടെ ഇന്ത്യയിലും നടക്കുന്നത്. ഇന്ത്യയും ടിബറ്റൻ പീഠഭൂമിയും ചൂടുപിടിച്ച് വായു മുകളിലേക്ക് ഉയരുമ്പോൾ അതൊരു കൂറ്റൻ എക്സോസ്റ്റ് ഫാൻ പോലെ പ്രവർത്തിക്കുന്നു. ആ വിടവ് നികത്താനാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തണുത്ത ജലമേഘങ്ങൾ കേരള തീരത്ത് നിന്ന് ഉള്ളിലേക്ക് ഇരച്ച് കയറുന്നത്. എന്നാൽ കഥ ഇവിടെയൊന്നും തീരുന്നില്ല. ജൂണിൽ തുടങ്ങി സെപ്റ്റംബർ വരെ ഭാരതത്തിൽ താണ്ഡവമാടുന്ന ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾക്ക് പ്രകൃതി ഒരു റിട്ടേൺ ടിക്കറ്റ് കൂടി കരുതി വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തുലാവർഷം എന്ന് വിളിക്കുന്നത്. സെപ്റ്റംബർ കഴിയുന്നതോടെ ഉത്തരേന്ത്യയിലെയും ടിബറ്റൻ പീഠഭൂമിയിലെയും ചൂട് കുറയാൻ തുടങ്ങും. അവിടുത്തെ അന്തരീക്ഷം തണുക്കുന്നതോടെ അവിടെ വലിയൊരു ഉയർന്ന മർദ്ദം രൂപപ്പെടും. എന്നാൽ ഇതേ സമയത്ത് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൂട് കൂടുതലായതുകൊണ്ട് അവിടെ കുറഞ്ഞ മർദ്ദമായിരിക്കും, ലോ പ്രഷറായിരിക്കും. പ്രകൃതിയുടെ നിയമം ഓർമ്മയുണ്ടല്ലോ, വായു ഉയർന്ന മർദ്ദത്തിൽ നിന്ന് കുറഞ്ഞ മർദ്ദത്തിലേക്ക് വീശും. അതോടെ ഉത്തരേന്ത്യയിൽ നിന്നും ടിബറ്റൻ മലനിരകളിൽ നിന്നും കാറ്റ് തിരികെ തെക്കോട്ടേക്ക് വീശാൻ തുടങ്ങുന്നു. വടക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വീശുന്നത് കൊണ്ട് ഇതിനെ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് വിളിക്കുന്നു. കരയിലൂടെയാണ് ഈ കാറ്റ് വരുന്നതെങ്കിലും ബംഗാൾ ഉൾക്കടലിന് മുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് വൻതോതിൽ നീരാവി ശേഖരിക്കുകയും ഭാരതത്തിൻ്റെ കിഴക്കൻ തീരങ്ങളായ തമിഴ്നാട്ടിലും ആന്ധ്രയിലും പിന്നീട് നമ്മുടെ കേരളത്തിലും കനത്ത മഴയായി പെയ്യുകയും ചെയ്യുന്നു. തമിഴ്നാടിന് അവരുടെ ആകെ മഴയുടെ 50% ലഭിക്കുന്നത് ഈ വടക്ക് കിഴക്കൻ മൺസൂണിലാണ്. ഇടവപ്പാതിയും തുലാവർഷവും തമ്മിലുള്ള വ്യത്യാസം കൂടി ശ്രദ്ധിക്കണം. നമ്മുടെ കേരളത്തിൽ ഈ 2 മഴക്കാലങ്ങളും അനുഭവപ്പെടുന്നത് 2 രീതിയിലാണ്. ജൂണിലെ ഇടവപ്പാതി എന്ന് പറയുന്നത് പകലന്തിയോളം നീണ്ടു നിൽക്കുന്ന കാറ്റും കോളുമാർന്ന തുടർച്ചയായ മഴയാണ്. എന്നാൽ ഒക്ടോബറിലെ തുലാവർഷം അങ്ങനെയല്ല. അത് തികച്ചും വ്യത്യസ്തമായൊരു സ്വഭാവക്കാരനാണ്. പകൽ മുഴുവൻ നല്ല വെയിലായിരിക്കും. എന്നാൽ ഉച്ച കഴിയുന്നതോടെ ആകാശം കറുത്തിരുണ്ടു വരും. പേടിപ്പിക്കുന്ന മിന്നലോടും ശക്തമായ ഇടിയോടും കൂടിയായിരിക്കും തുലാവർഷം പെയ്യുക. ഇതുകൊണ്ടാണ് ഇതിനെ ഇടിമഴ എന്ന് വിളിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ചൂടുള്ള വായുവും തണുത്ത വായുവും തമ്മിൽ പെട്ടെന്ന് കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കൺവെക്റ്റീവ് റെയിൻഫോൾ അഥവാ സംവഹന മഴയാണിത്. ഈ 2 മൺസൂണിൻ്റെയും വരവും പോക്കും മനസ്സിലാക്കാൻ നമുക്ക് മുൻപ് പറഞ്ഞ അടുക്കളയിലെ എക്സോസ്റ്റ് ഫാനിൻ്റെ ഉദാഹരണം ഒന്നുകൂടി നോക്കാം. വേനൽക്കാലത്ത് ഇന്ത്യ ചൂടുപിടിക്കുമ്പോൾ എക്സോസ്റ്റ് ഫാൻ പുറത്തേക്ക് വായു തള്ളുന്നത് പോലെയാണ്. അപ്പോൾ ജനലിലൂടെ തണുത്ത വായു ഉള്ളിലേക്ക് ഇരച്ചു കയറുന്നു. അതാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ അഥവാ ഇടവപ്പാതി. എന്നാൽ ശീതകാലമാകുമ്പോഴേക്ക് ഉള്ളിലെ ഫാൻ ഓഫ് ആവുകയും പുറത്തെ വായു തിരികെ ഉള്ളിലേക്ക് വരികയും ചെയ്യുന്നു. അതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം. എന്നാൽ എല്ലാ വർഷവും മൺസൂൺ ഒരുപോലെ അല്ല. ചില വർഷങ്ങളിൽ കനത്ത പ്രളയമുണ്ടാകും, ചിലപ്പോൾ കടുത്ത വരൾച്ചയും. ഇതിന് പിന്നിൽ പസഫിക് സമുദ്രത്തിലെ എൽ നിനോ, ലാ നിന എന്നീ പ്രതിഭാസങ്ങളാണ്. പസഫിക് സമുദ്രം അമിതമായി ചൂടുപിടിക്കുന്ന എൽ നിനോ വർഷങ്ങളിൽ ഇന്ത്യയിൽ മഴ കുറയാറുണ്ട്.
എന്നാൽ അതിനേക്കാൾ നമ്മെ ബാധിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ ഓഷ്യൻ ഡൈപോളാണ്. ഇതിനെ ഇന്ത്യൻ സമുദ്രത്തിലെ എൽനിനോ എന്നും വിളിക്കാം. സമുദ്രത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗം, അതായത് ആഫ്രിക്കയോട് ചേർന്ന ഭാഗം, കൂടുതൽ ചൂടുപിടിക്കുന്ന പോസിറ്റീവ് AOD ഉള്ള വർഷങ്ങളിൽ കേരളത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കും. ഇത് വിശദീകരിക്കാൻ വേണ്ടി വേറൊരു വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. മൺസൂൺ എന്ന് പറയുന്നത് വെറും ഒരു പ്രകൃതി ഭംഗിയോ ആസ്വാദനമോ മാത്രമല്ല, അത് ഇന്ത്യയുടെ ജീവനാഡിയാണ്. ഇന്ത്യയിലെ 50% കൃഷിയും ഇപ്പോഴും ആശ്രയിക്കുന്നത് ഈ 4 മാസത്തെ മഴയെയാണ്. നമ്മുടെ അണക്കെട്ടുകൾ നിറയുന്നതും ഭൂഗർഭ ജലനിരപ്പ് ഉയരുന്നതും ഈ മഴയിലാണ്. ഷെയർ മാർക്കറ്റ് മുതൽ സാധാരണക്കാരൻ്റെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വരെ നിയന്ത്രിക്കുന്നത് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. അതുകൊണ്ടാണ് മുൻപ് ഒരു ഇന്ത്യൻ ധനകാര്യമന്ത്രി പറഞ്ഞത് ഇന്ത്യയുടെ യഥാർത്ഥ ധനകാര്യമന്ത്രി മൺസൂണാണ് എന്ന്. ഇനി ഞാൻ നിങ്ങളോട് ഒരു അത്ഭുതകരമായ മറ്റൊരു കാര്യം പറയാം. ലോകത്തിൽ ഇത്ര കൃത്യമായി ഇത്രയധികം അളവിൽ മൺസൂൺ മഴ പെയ്യുന്ന ഒരേയൊരു ഭൂപ്രദേശം നമ്മുടെ ഭാരതമാണ്. കേട്ടിട്ട് ഞെട്ടിയോ? എന്നാൽ അതിൻ്റെ കാരണം കൃത്യമായി പറഞ്ഞു തരാം. നമ്മുടെ രാജ്യത്തിൻ്റെ തെക്ക് ഭാഗത്തേക്കൊന്ന് നോക്കൂ. കന്യാകുമാരിയിൽ നിന്ന് അങ്ങ് അന്റാർട്ടിക്ക വരെ നീളുന്ന 5000-ലധികം കിലോമീറ്ററുകളോളം മറ്റൊരു വലിയ ഭൂഭാഗമോ കരയോ ഇല്ല. സമുദ്രം മാത്രമാണ് അവിടെയുള്ളത്. വേനൽക്കാലത്ത് ഈ വിശാലമായ സമുദ്ര ഉപരിതലത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന അതിഭീമമായ വാട്ടർ വേപ്പർ, നീരാവിയാണ് പിന്നീട് കോടിക്കണക്കിന് ടൺ ഭാരമുള്ള മഴമേഘങ്ങളായി രൂപപ്പെട്ട് നമ്മുടെ ഭാരതത്തിലേക്ക് ഇരച്ചെത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഭാരതത്തിനും അന്റാർട്ടിക്കയ്ക്കും ഇടയിൽ മറ്റൊരു വലിയ രാജ്യമോ കരയോ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കടലിൽ നിന്നുയർന്നു വരുന്ന ഈ മഴമേഘങ്ങളെല്ലാം ആ കരയിൽ തട്ടി അവിടെ പെയ്തു തീരുമായിരുന്നു. ഭാരതത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ മേഘങ്ങൾ പൂർണ്ണമായും വറ്റിപ്പോവുകയും ഇന്ന് നമ്മൾ കാണുന്ന ഈ സുന്ദരമായ ഭാരതം ഒരുപക്ഷെ വലിയൊരു മരുഭൂമി മാത്രമായി മാറുകയും ചെയ്യുമായിരുന്നു. ലോകത്തിൽ മറ്റൊരു വലിയ ഭൂഭാഗത്തിനും അതിൻ്റെ തെക്ക് ഭാഗത്ത് ഇത്ര വലിയ തടസ്സമില്ലാത്ത സമുദ്രമില്ല. പ്രകൃതി നമ്മുടെ ഭാരതത്തിന് നൽകിയ ഏറ്റവും വലിയ ഭൂമിശാസ്ത്രപരമായ അനുഗ്രഹമാണ് ഈ കിടപ്പ്. കേരള തീരത്ത് മുട്ടുന്ന ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിൻ്റെ യാത്രാവേഗത എത്രയാണെന്നറിയാമോ? ഏകദേശം മണിക്കൂറിൽ 10 കിലോമീറ്റർ മാത്രമാണ് ഇതിൻ്റെ വേഗത. വളരെ പതുക്കെയുള്ള ഒരു യാത്രയാണിത്. അതുകൊണ്ട് തന്നെ ജൂൺ ആദ്യവാരം നമ്മുടെ കേരളത്തിലെത്തുന്ന ഈ മഴമേഘങ്ങൾ പതുക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നീങ്ങുന്നത്. കർണാടകയും മഹാരാഷ്ട്രയും കടന്ന് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള ഡൽഹിയിൽ ഈ കാലവർഷം എത്തിച്ചേരാൻ ഏകദേശം 2 മാസത്തോളം സമയമെടുക്കും. അതായത് കേരളത്തിൽ ജൂണിൽ ആരംഭിക്കുന്ന മഴ അങ്ങ് വടക്ക് ഡൽഹിയിൽ എത്തുമ്പോഴേക്കും ഓഗസ്റ്റ് മാസമാകും. ഈ പതുക്കെയുള്ള യാത്ര കൊണ്ടാണ് ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകർക്ക് അവരുടെ കൃഷി ഇറക്കാൻ കൃത്യമായ സമയം ലഭിക്കുന്നത് എന്നതും പ്രകൃതിയുടെ മറ്റൊരു വലിയ ആസൂത്രണമാണ്. അടുത്ത തവണ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കറുത്തിരുണ്ട മേഘങ്ങളെ കാണുമ്പോൾ ഓർക്കുക, അവ വെറും മേഘങ്ങളല്ല. ആഫ്രിക്കൻ തീരത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി സമുദ്രങ്ങളിലെ ചൂടിനോടും ഭൂമിയുടെ കറക്കത്തോടും ടിബറ്റിലെ മലനിരകളോടും സംവദിച്ച് കൃത്യമായ പ്ലാനിങ്ങോടെ നമ്മുടെ മുറ്റത്തെത്തിയ പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസമാണ്. പ്രകൃതി നമുക്കായി ഒരുക്കുന്ന ഈ ജലസമ്പത്തിനെ കരുതലോടെ സൂക്ഷിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരറിവ് നൽകിയെന്ന് കരുതുന്നു. നിങ്ങളുടെ മൺസൂൺ ഓർമ്മകളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ. സയൻസ് കോർണറിൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.